ഹലോ, അപ്പം നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണെന്നറിയോ? കണ്ടിട്ട് മനസ്സിലായോ? നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാട്ടാ? കണ്ണവം ഫോറസ്റ്റ്. യെസ്, കണ്ണവം ഫോറസ്റ്റിന്റെ ഉള്ളിലാണ് ഉള്ളത്. എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് മനസ്സിലായവർ കമന്റ് ചെയ്യും, ഇല്ലെങ്കിൽ നമുക്ക് കാണാം. ബാ. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഈ ഒരു സ്ഥലത്ത് പോകണമെന്ന്. അങ്ങനെ ഏട്ടൻ വന്നപ്പോൾ ഇതാ ഞാൻ രമേശ് ഏട്ടൻ്റെ ചായക്കടയിൽ കായും കോയും തിന്നാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. എൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉള്ളോ ഏട്ടൻ വന്നേരം മുതൽ ഞാൻ പറയുന്നുണ്ട് നമുക്ക് ഇവിടെ പോകാമെന്ന്. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായില്ല. അങ്ങനെ ഒടുവിൽ ഇതാ ഞാൻ എൻ്റെ എത്തിയിട്ടുണ്ട്. എൻ്റെ ആ ഒരു റീൽസിൽ കണ്ടിട്ട് കൊതി വിട്ട കുറേ ഐറ്റംസ് ഉണ്ട്. അതൊക്കെ ഞാൻ ഓർഡർ ചെയ്യുകയാണ്. ആദ്യം തന്നെ ഞാൻ ഓർഡർ ചെയ്യുന്നത് അവരെ ആ ചില്ലും കൂട്ടിലെ ഐറ്റംസാണ്. ഇതൊക്കെ തിന്നു കഴിഞ്ഞാൽ ഞാൻ മെയിനായിട്ടുള്ള സാധനം തിന്നാനുള്ള വയറുണ്ടാവില്ല എന്ന് ഓർത്തിട്ട് ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രം വാങ്ങിച്ച് ഈ ഒരു ഉണ്ണിയപ്പം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഉണ്ണിയപ്പത്തിന്. പിന്നെ ഇതാ ഓരോരുത്ത് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ഉണ്ണിയപ്പവും പിന്നെ പരിപ്പ് വടയും പിന്നെ എന്താ വാങ്ങിച്ചതെന്ന് ഓർമ്മയില്ല. അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ണിയപ്പം പരിപ്പ് വടയും മാത്രമേ ഇപ്പം വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. റീൽസിൽ കണ്ടിട്ട് ഫേമസ് ആയിരുന്നു. സാധനം ഉണ്ടല്ലോ അടിപൊളിയാണ്. നല്ല സോഫ്റ്റായിട്ട് നല്ലൊരു ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അത് അടിപൊളിയാണ്. പിന്നെ അധികം ക്യാമറയിൽ നോക്കി തിന്നാൻ പറ്റാത്തത്. ഒന്നാമത് സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ പല്ല് ക്ലിപ്പ് ഇട്ടുകൊണ്ട് റബ്ബർ ബാൻഡൊക്കെ ഇട്ട് ടൈറ്റ് ആക്കുമ്പോൾ അതിൻ്റേതായ നല്ല മുറുക്കമുള്ളൊരു വേദനയുണ്ട്. അങ്ങനെ ഇതാ പരിപ്പ് വടയും കൂടെ ട്രൈ ചെയ്യുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ പരിപ്പ് വട. അപ്പോൾ അതും കൂടി ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ അതിനിടയ്ക്ക് കുറച്ച് ഐറ്റംസും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ നാളായിട്ടുണ്ട് ആഗ്രഹമായിരുന്നു കായും കോയും കഴിക്കാന്ന്. ഫൈനലി ഒടുവിൽ ഇതാ കായും കോയും ഞാൻ ടേസ്റ്റ് ചെയ്യാണ്. നമ്മളെ പണ്ട് ആ മഴക്കാലത്ത് മഴ പെയ്യുമ്പോൾ പുയ്ക്കുണ്ടാക്കി തരൂലേ, അങ്ങനെ ആ പുയ്ക്ക്. പക്ഷെ കായ് പുയ്ക്ക് നമ്മൾ അധികം അങ്ങനെ തിന്നുന്നില്ലെങ്കിലും ആ ഒരു അതിൻ്റെ ഇപ്പുറം ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ടുള്ള പ്രത്യേക തരം രുചി എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു മസാല മോരാണ് കേട്ടോ. എനിക്ക് ഈ ഓപ്പറേഷൻ ചെയ്തതുകൊണ്ട് അധികം എരിവുള്ളത് പിടിച്ചിട്ടില്ല, കാരണം പുകയുന്ന ഒരു ഫീലായിരുന്നു. അങ്ങനെ ഞാൻ ആ ഉണ്ണിയപ്പവും നെയ്യപ്പമൊക്കെ ഫുൾ കാലിയാക്കിയിട്ടുണ്ട്. കായും കോയും ഒരു പരിധി വരെ തീർത്തിട്ടുണ്ട്. ഏട്ടന് ഒരു മസാല മോര് തീർന്നിട്ട് നെക്സ്റ്റ് ഒരു മസാല മോരും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ മെയിൻ ഐറ്റമാണ് ഈ ഒരു കാന്താരി മുട്ട എന്ന് പറയുന്നത്. സത്യത്തിൽ ഇതൊരു ഔഷധക്കൂട്ട് പോലത്തെ ഒരു സംഭവമാണ്. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നല്ല കാന്താരീൻ്റെ എരിവാണ്. എനിക്ക് എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ട് ചിരി വന്നിട്ട് അങ്ങ് തിന്നാൻ പോലും പറ്റണുണ്ടായില്ല. അങ്ങനെ ഒരു ബൈറ്റ് അങ്ങ് കടിച്ചപ്പോൾ ഉണ്ടല്ലോ എൻ്റെ അംഗങ്ങൾ അണ്ടകടാഹം വരെ പുകഞ്ഞൊരവസ്ഥയായിരുന്നു കേട്ടോ. നല്ല എരിവാണ്. പോരാത്തതിന് എൻ്റെ പല്ലിന് മൊത്തം ചുരണ്ടിയെടുത്തിട്ട് ദശയൊന്നുമില്ല. അപ്പം അതിൻ്റേതായ ഒരു എരിവ് എനിക്ക് കൂടുതലുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അത് തിന്ന് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത പീസ് കടിക്കുന്നത്. അങ്ങനെ അത് അപ്പാടും വായിലിട്ടിട്ട് തിന്നാൻ കേട്ടോ. അല്ലെങ്കിൽ തിന്നാൻ പറ്റില്ല. പിന്നെ ഏട്ടൻ അടുത്ത മോരും വെള്ളവും, അതായത് മസാല മോരും ആ കാന്താരി മുട്ടയും കൂടി തിന്നുവാണ്. ഏട്ടൻ പറയുന്നുണ്ട് സാധനമാണ്, അടിപൊളിയാണ്. അങ്ങനെ 2 ഗ്ലാസ് മോരും വെള്ളം നമ്മളായിരുന്നു കുടിച്ചിട്ടുണ്ട്. എനക്ക് ആ മോരും വെള്ളം അത്ര പിടിച്ചില്ല, കാരണം എരിവായതുകൊണ്ട് ഞാനൊരു ചായയാണ് കേട്ടോ പറഞ്ഞത്. ഈ ഒരു കാന്താരി മുട്ടേൻ്റെ എരിവ് അങ്ങ് നികത്താൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനമാണ് ഞാൻ കുടിച്ചത്. പിന്നെ ഇതാണ് രമേശ് ഏട്ടൻ. അങ്ങനെ രമേശ് ഏട്ടനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഏട്ടൻ്റെ പേര് രമേശ് എന്നല്ല, അറിയോ പോകാൻ തോന്നുന്നില്ല. ഒരു ചക്കപ്പായസം കൂടെ പറഞ്ഞിട്ട് ചക്കപ്പായസം ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ല. പിന്നെ അവിടുന്ന് ആ ഒരു ആംബിയൻസിൽ പോകാൻ തോന്നിയിട്ടില്ല. അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. ഞാനത് ലാസ്റ്റ് ഒരു വീഡിയോയിൽ ഇട്ട് തരാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രമേശ് ചേട്ടൻ്റെ അടുത്ത് കണക്കും കൂട്ടി ബില്ലൊക്കെ പേ ചെയ്തിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വന്നത് കേട്ടോ. കാരണം അടിപൊളി ആംബിയൻസ് ആണ്. പോയിട്ടില്ലാത്തവരൊക്കെ പോകണം. ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. കണ്ണവത്തുനിന്ന് ചെറുവാഞ്ചേരി പോകുന്ന റൂട്ടിലാണ്. കണ്ണവം ഫോറസ്റ്റ് കഴിഞ്ഞ വാർഡും വരുന്നതാണ് രമേശാൻ്റെ കായും കോയും എന്ന് പറയുന്ന ചായക്കട. അപ്പോൾ അവിടെ ബോർഡൊക്കെ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവുകയൊക്കെ ചെയ്യും. അപ്പോൾ മസ്റ്റ് വിസിറ്റാണ് രമേശ് ചേട്ടൻ്റെ കായും കോയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഞാൻ ലാസ്റ്റ് ഇട്ടേക്കാവേ.